എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും വീടുകളിൽ സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ റൂമിലാണ്. ആകെ പുറത്തിറങ്ങുന്നത് പാല് വാങ്ങിക്കാനും മത്സ്യം വാങ്ങാനും വേണ്ടി മാത്രമാണ്. അതല്ലാത്ത സമയങ്ങളെല്ലാം വീട്ടിൽ കുട്ടികളോടൊപ്പം എന്തെങ്കിലുമൊക്കെ ചില്ലറ പണികളൊക്കെ ചെയ്ത് ഗാർഡനിങ്ങോ പെയിൻറ്റിങ് പിന്നെ അത്യാവശ്യം കുക്കിംഗ് എന്ന് വേണ്ട അങ്ങനെയൊക്കെ ചില പരിപാടിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളും അത്തരത്തിൽ എന്താ പറയുക, വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. കാരണം സ്ഥിതി അത്രമാത്രം വളരെ രൂക്ഷമാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു 3-4 സംഭവം എന്ന് വെച്ചാൽ മരണം തന്നെ. ഏറ്റവും പ്രിയപ്പെട്ട കുറേ ആൾക്കാർ ഈ 1-2 ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയി. അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വന്നത് ഇന്നലെയും ഇന്നുമായിട്ട്. ഇന്നലെ കരുനാഗപ്പള്ളിയിലെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മികച്ച ഒരു നേതാവും ഒപ്പം എല്ലാവർക്കും പ്രിയങ്കരനായ ശശിപിള്ളച്ചേട്ടൻ്റെ മരണം ഒരു വലിയൊരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളോടൊക്കെ ഒരു സമീപനം. അപ്പോൾ ഇന്ന് അതുകൂടാതെ എൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ വേറെ അറിയാവുന്ന കുറേ പേർ, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ മരണപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും പറയുന്നത് നമ്മൾ പരമാവധി എന്താ പറയുക, അവരുടെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളും നമ്മുടെ തലമുറയും നമ്മുടെ കുടുംബവും സേഫായിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ കൊറോണ എന്ന ഈ മഹാമാരിയെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുന്നത് വരെ, ഇവിടെ നിന്നും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു സ്ഥിതിവിശേഷം ആകുന്നത് വരെ നമ്മളിതിനു വേണ്ടി പൊരുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നലെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഇൻട്രോ എടുത്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനകത്ത് സൗണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഇൻട്രോ ഇന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യമേ, കാരണം 1-2 കാര്യങ്ങളോട് പറയാൻ കഴിഞ്ഞു. ഞാൻ ഇന്നലെ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ടൈം ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വീട്ടിലെ കുറേ പണികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേയും കൂടിയാണ്. എല്ലാ അമ്മമാർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലാണ് ഇങ്ങനെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഒന്നിച്ച് കഴിക്കാൻ സാധിക്കുന്നത്. മറ്റേത് അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരവരുടെ പോകേണ്ട സമയത്ത് അനുസരിച്ചാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതൊരു അനുഗ്രഹമായി. ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം സിന്ധു ഗാർഡനിങ്ങും ഞാൻ പെയിൻറ്റിങ്ങും മക്കൾ ഞങ്ങളെ സഹായിക്കാനും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതലാണ് ഗാർഡനിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അതിവിടെ മാത്രമല്ല, മിക്ക വീടുകളിലും നോക്കിയാൽ മനസ്സിലാകും. എല്ലാ വീടുകളുടെ മുൻവശത്തും പൂച്ചട്ടികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതൽ ചെടിയും ചെടിച്ചട്ടിയും അനുബന്ധ സാധനങ്ങളും വിൽക്കുന്ന നഴ്സറി വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനമാർഗം ഉണ്ടാക്കി കൊടുത്തത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ാണ് ഞങ്ങൾ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇവിടെ താമസം ആരംഭിച്ചത്. അന്നാണ് വീടിന് അവസാനമായി പെയിൻ്റ് അടിച്ചത്. ഇടയ്ക്കൊക്കെ ചില നുറുങ്ങുപണികൾ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഗേറ്റിന് പെയിൻ്റ് അടിക്കുന്നത്. എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഇത് തന്നെ വഴി. 2019 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അതിഥിമോൾ പോയ സമയത്ത് NCCയുടെ ബാരക്കിൽ പെയിൻ്റ് അടിച്ച എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അതിഥിമോളാണ് ഗേറ്റിന് പെയിൻ്റ് അടി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. തുടർന്ന് ഞാൻ ഏറ്റെടുത്തു.
ഞങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട മറ്റൊരംഗമാണ് മിക്കി. എൻ്റെ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മിക്കി ഈ പെയിൻ്റടിയൊക്കെ നോക്കി ഇങ്ങനെ കാറിൻ്റെ കീഴിൽ കിടക്കുകയാണ്. മിക്കിക്ക് ഞങ്ങളൊക്കെ ആഹാരം കൊടുക്കുമെങ്കിലും അതിൻ്റെ ദിനചര്യകളെല്ലാം ചെയ്യുന്നത് എൻ്റെ മകനാണ്. അമ്മയോടെ കറപ്പിച്ചത് എടി എടി കൊച്ചു കള്ളി. ഇതിവിടെ അങ്ങ് നരച്ച് നമ്മുടെ പെയിൻ്റടി ഏകദേശം പൂർത്തിയായി. കുറച്ച് ടച്ചിങ് ബാക്കിയുണ്ട്. മിക്കി ഡാഷ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കുട്ടിയാണ്. ഇവളുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് യാത്ര ചെയ്യുക. 2 വീലറിൻ്റെ ഫ്രണ്ടിലോ കാറിലോ എവിടെ വേണമെങ്കിലും പോകാൻ അവൾക്ക് യാതൊരു മടിയില്ല. ആഹാരം കഴിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായ മറ്റൊരു ഡാഷിൻ്റെ മകളാണ്. ഇതിനകത്ത് 7 കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് 6-മത്തെയോ 7-മത്തെയോ കണ്ട് കുട്ടിയാണിത്. ബാക്കിയുള്ളതെല്ലാം ഓരോ സുഹൃത്തുക്കളും കൊണ്ടുപോയി. അവരെല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. ഇതിലാണ് മിക്കിയുടെ കിടപ്പ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആമസോണിൽ നിന്ന് 550 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതിലാണിപ്പോൾ ഫുൾ ടൈം കിടക്കുന്നത്. ഇതിൽ മറ്റൊരാൾ പോലും തൊടാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളാരെങ്കിലും തൊടുന്നതിന് കുഴപ്പമില്ല, വേറെ പുറത്തുനിന്നൊരാളും തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് അതിഥി മോളുടെ ഒരു ചെറിയ സ്നാക്സിൻ്റെ പാചകമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഇട്ടതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ ഇന്ന് അതിഥിമോൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒണിയൻ റിങ്സ് ആണ്. നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളിനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിനയില കൂടി ചേർക്കാം. അതിനുശേഷം ഇതിനകത്ത് മെയിൻ ഐറ്റം, അതായത് സവാള റൗണ്ടായിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ റൗണ്ടായിട്ട് അരിഞ്ഞതിന് ശേഷം അതിങ്ങനെ ഓരോന്നായിട്ട് വിടർത്തിയെടുക്കണം. ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ നോക്കുക. അതുപോലെ തീരെ ചെറിയ കഷ്ണങ്ങളൊക്കെ അത് മറ്റ് കറികൾക്ക് വല്ലതും ഉപയോഗിക്കാം. നമുക്ക് വലിയത് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സവാളയെല്ലാം റിങ്ങായിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് പൊരിച്ചെടുക്കാൻ പോവുക. ഈ ഓണിയൻ റിങ്ങുകളെല്ലാം ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക്, ആ മൈദയുടെ മിക്സിലേക്ക് മുക്കിയതിന് ശേഷം ഓട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ അതുപോലെ റസ്കോ പൊടിച്ച പൊടി, ആ പൊടിയിൽ മുക്കിയാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടേണ്ടത്. ആദ്യം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മുക്കി വെച്ചിരിക്കുന്ന റിങ്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറക്കിയിടുക. അതുപോലെ ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ഇത് തയ്യാറാക്കൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വളരെ ടേസ്റ്റിയാണ്, ക്രിപ്സിയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. നമുക്കിത് ഈ ഓണിയൻ റിങ് നമുക്ക് കെച്ചപ്പിനോടൊപ്പം നമുക്ക് അത് മുക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഒണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
വൈകുന്നേരം സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാം അതിൻ്റെ കറക്റ്റ് പരുവത്തിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കുക്കിംഗ് വീഡിയോസ്, ഫുഡ് ബ്ലോഗ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇനിയും ഒട്ടേറെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ആൻഡ് സൈനിങ് ഓഫ് അനിൽ ലംബോ ആൻഡ് ടീം.